ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്കാണ് ഈ വീഡിയോ. അതിനായിട്ട് നമ്മൾ കോവയ്ക്കായ, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, സവാള ഇടുന്നവരുണ്ടാകും, പക്ഷേ ഞാൻ സവാള ഇടുന്നില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. നല്ല ടേസ്റ്റാണ്, മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കോവയ്ക്ക ഇതുപോലെ വട്ടത്തിലാണ് നൈസായിട്ട് ഞാൻ അരിഞ്ഞ് ഇടുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് മൂത്ത് കിട്ടും. അതിനിടത് അങ്ങനെ നൈസായിട്ട് അരിയുന്നത്. ശേഷം ഉരുളക്കിഴങ്ങ് 2 പച്ചമുളക് കൂടെ ഇടുക. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുക. എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് അതൊന്ന് വേവാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം വെന്തതിന് ശേഷം ഒരു അര പരുവ് ആടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴട്ടുക. പിന്നെ അതിന് ശേഷം ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാല, ഒരു അര സ്പൂണ് മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴട്ടുക. അപ്പോൾ നമ്മുടെ രുചികരമായ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറി ഇല്ലെങ്കിലും ചോറിന് ഇളക്കി കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.